Hi guys, welcome back to my channel. ലാലിഗയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് ഒസാസുന മത്സരം 1-1 എന്ന ഗോൾ സ്കോറിന് സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ സമനിലയോടുകൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 51 പോയിന്റുമായിട്ട് സ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് റയൽ മാഡ്രിഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ബെല്ലിംഗ്ഹാമിൻ്റെ ആ ഒരു റെഡ് കാർഡിനെ കുറിച്ചിട്ടാണ്. റോങ് ഡിസിഷൻ എന്ന് തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നത്. ഒരിക്കലും അതും മോഡ്രിച്ച് ചോദിച്ച സമയത്ത് റഫറി കൊടുത്ത ആൻസർ എന്താണെന്ന് വെച്ചാൽ റെഡ് കാർഡ് കൊടുക്കാനുള്ള റീസൺ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു എന്നുള്ള ഒരു റീസൺ കൊണ്ടാണ് ബെല്ലിംഗ്ഹാമിന് ഡയറക്റ്റ്ലി റെഡ് കാർഡ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റെഡ് കാർഡ് ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്ത് യെല്ലോ കാർഡ് കൊടുക്കാം, വാർണിംഗ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് സിദാൻ്റെ കാര്യം തന്നെ നോക്കാം. വേൾഡ് കപ്പിൽ മറ്റൊരാശയമായിട്ടുള്ള ഒരു പ്രശ്നം സിദാൻ അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ ബാഡ് വേർഡ്സ് ഒരുപാട് സ്റ്റിൽ ബാക്ക് ടു ബാക്ക് യൂസ് ചെയ്തത് കൊണ്ടാണ് സിദാൻ ഫിസിക്കലി അറ്റാക്ക് ചെയ്തത്. ഫിസിക്കലി അറ്റാക്ക് ചെയ്താൽ ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഫിസിക്കലി അറ്റാക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി റെഡ് കാർഡ് കൊടുക്കുന്നതിൽ യാതൊരുവിധ വിയോജിപ്പുമില്ല. പക്ഷേ വെറും ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു എന്നുള്ള ഒരു കാരണത്താൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി സാധിക്കും. ലാലിഗയിലെ പെർഫോമൻസ് നമുക്ക് വളരെ ടൈറ്റിൽ റൈസിലാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 51 പോയിൻറ്റുമായിട്ട് റയലും 50 പോയിൻറ്റുമായിട്ട് അത്ലറ്റിക്കോയും 48 പോയിൻറ്റുമായിട്ടാണ് ബാഴ്സലോണ മൂന്നാം സ്ഥാനത്തുള്ളത്. നെക്സ്റ്റ് മാച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ 51 പോയിൻറ്റുമായിട്ട് ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറും. അത്ലറ്റിക്കോടെ ഒരു സമനില എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബാഴ്സലോണ വിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളാം. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ആദ്യ ഹാഫിലേക്ക് കുറച്ചൊരു സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ത്രൂ ഔട്ട് മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വാൽവേർഡിനെ കുറിച്ചിട്ടാണ്. റൈറ്റ് വിങ് ബാക്ക് ആയിട്ടാണ് വാൽവേർഡ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പ്രോപ്പർ പൊസിഷനില്ലാത്ത ചൗമനി അത്യാവശ്യം ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ സെറ്റായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കളിച്ച ഒരുപാട് മാച്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി കളിച്ച സിറ്റിക്കെതിരെയായിട്ടുള്ള മാച്ച്, അതുപോലെ ഒസാസനക്കെതിരെയായിട്ടുള്ള മാച്ചിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ഗാഷിയും നല്ലൊരു കിട്ടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ എത്ര ഫൗളാണ് ഗായ്സ് റയൽ മാഡ്രിഡിന് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീഷ്യസിന് ഗാഷിയനിൽ എടുത്ത് ഗാലറിൻ്റെ പുറത്ത് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും റഫറി ഞാനൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ഒരു തരത്തിലുള്ളൊരു യെല്ലോ കാർഡ് വരെ കാണിക്കുന്നില്ല എന്ന് പറയും. ഈ സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കും ഇതൊരു ഫിക്സ്ഡ് ആയിരുന്നു. കാരണം ബാഴ്സലോണയെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണോ എന്ന് വരെ നമുക്ക് ചിന്തിക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം ഈ ഒരു മാച്ചിൽ റഫറിയുടെ ആ ഒരു ഡിസിഷൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഇതുവരെ എല്ലാവരും പറയുന്ന റയൽ മാഡ്രിഡ് റഫറീനെ കയ്യിലെടുക്കുന്ന റയൽ മാഡ്രിഡിനെ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാച്ച് കണ്ടിട്ട് ഒരാളും റയൽ മാഡ്രിഡിനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടത്തില്ല. പക്ഷേ റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മൈനർ പോയിന്റ് വന്നാൽ പോലും അതൊക്കെ ഹൈപ്പ് ചെയ്ത് സംസാരിക്കാൻ ഒരുപാട് ഫാൻസുകാരുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ച് സമനിലയായത് എന്തുകൊണ്ടും ഈ ഒരു അവസരം ഒന്നാം സ്ഥാനത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നെങ്കിലും ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് മാച്ചിൽ റുഡിഗർ തിരിച്ചു വരും, അതുപോലെ വാസ്കസ് ഒക്കെ തിരിച്ചു വരും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. സിറ്റിക്ക് സെക്കൻഡ് ലെഗിൽ ഇനി മത്സരമുണ്ട്. ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല. ഒരു 80% ഫസ്റ്റ് മാച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു 50-50 ചാൻസസ് ആയിരുന്നു സിറ്റി റയൽ മാഡ്രിഡ് മത്സരത്തിൽ. പക്ഷേ അതും എത്തിഹാദിൽ പോയിട്ട് നമ്മൾ ഇത്രയും ഡൗൺ ആയിട്ടുള്ള ഡിഫൻസ് വെച്ചിട്ട് അവിടെ പോയിട്ട് വിൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ പ്രോപ്പർ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന റുഡിഗർ വന്നാൽ തന്നെ ഹാലൻഡിനെ ഓൾമോസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്ന റുഡിഗറാണ്. അപ്പോൾ കണ്ട് തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും
ഓവർ കോൺഫിഡൻസ് അല്ല, ഒരു 80% റയൽ മാഡ്രിഡ് വിൻ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.